എന്നാ കേട്ടോ, എന്റെ കുടുംബത്തിന്റെ സമാധാനം, അതിനുവേണ്ടിയാ ഞാൻ ഈ വഴിപാട് നടത്തുന്നത്. പക്ഷെ ചേച്ചി, ഞാൻ കേട്ടത് തുളസിക്കെതിരെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണല്ലോ. ഓ, അങ്ങനെയും കേട്ടു അല്ലേ? അത് നന്നായി. എല്ലാം നേരത്തെ അറിഞ്ഞിരിക്കുന്നതല്ലേ നല്ലത്. ചേച്ചി, തുളസിക്ക് ദോഷം ഉണ്ടാവുന്ന ഒന്നും ചെയ്യരുത്. ദോഷം ഉണ്ടാകുന്നത് ഞാൻ ചെയ്യരുതെന്ന് നീ പറയുന്നു. അവളോട് എനിക്ക് ദോഷമുണ്ടാകുന്നത് ചെയ്യരുതെന്ന് നീ ഇത്രയും നാളുകൾക്കിടയിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദുർഗേച്ചിക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും തുളസി മോൾ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് നിന്റെ ഈ വർത്താനം കേൾക്കുമ്പോ അത്ഭുതമാ തോന്നുന്നത്. ഈ ക്ഷേത്രമുറ്റത്ത് വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്കെങ്ങനെ സാധിക്കുന്നു? തുളസി എനിക്കും എന്റെ കുടുംബത്തിനും എതിരെ ചെയ്തതൊന്നും നിനക്ക് തീരെ ഓർമ്മയില്ലെന്ന് തോന്നുന്നു. നീ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണുന്നതാ നല്ലത്. ഓർമ്മശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ മറക്കും. ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാനിത് കേൾക്കാം. പക്ഷെ ഈ കനലാട്ടം വഴിപാടിൽ നിന്നും ചേച്ചി പിന്മാറണം. ഇത് നടക്കാൻ പാടില്ല. നീ എന്താ പറഞ്ഞ? എന്റെ ഈ വഴിപാട് നടക്കാൻ പാടില്ലെന്നോ? അത് പറയാൻ നിനക്കെന്താടി അവകാശം? ആജ്ഞാപിക്കുകയാണോ? അല്ല, അപേക്ഷിക്കുക. തുളസി മോൾക്ക് ദോഷം വരുന്നതൊന്നും ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. തുളസിക്കെതിരെ നീ പ്രാർത്ഥിക്കണ്ട, വഴിപാടും ചെയ്യണ്ട. കാരണം നീ അവളുടെ അമ്മയാണ്. ഞാനും അവളും തമ്മിൽ ഒരു രക്തബന്ധവും ഇല്ല. അതുകൊണ്ട് ഞാൻ അവളെ ഇപ്പൊ ശത്രുവായിട്ടാ കാണുന്നത്. എന്റെ കുടുംബം തകർക്കാൻ നോക്കുന്ന യക്ഷി. ശത്രുവിനെ സ്നേഹിക്കാനുള്ള വിശാല മനസ്സൊന്നും എനിക്കില്ല. ദുർഗേച്ചി, നിങ്ങളുടെ മോളാ തുളസി. സ്വന്തം മോൾക്കെതിരെയാ നിങ്ങൾ ഈ വഴിപാട് നടത്തുന്നത്. നീ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ നിശ്ചയിച്ച ഈ വഴിപാട് നടക്കും. അതിന്റെ ഫലം എനിക്ക് ലഭിക്കും. അത് നിന്റെ മോൾക്കെതിരായിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നത് അവളുടെ കർമ്മഫലം എന്ന് മാത്രം കരുതിയാ മതി. രണ്ട് കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റുന്നതിന് ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട് സ്വാമി. അന്ന് അത് നല്ല പ്രവൃത്തിയായി തോന്നി ചെയ്തതാണ്. എനിക്ക് ആൺകുഞ്ഞ് തന്നെ ജനിക്കണം. അങ്ങനെ സംഭവിക്കും ദുർഗേച്ചി. ചേച്ചി പ്രസവിക്കുന്നത് ആൺകുട്ടിയെ തന്നെയായിരിക്കും. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? നോൺസെൻസ്. അങ്ങനെ പറയല്ലേ ഡോക്ടർ. എനിക്ക് ആൺകുഞ്ഞിനെ മതി. ആൺകുട്ടി അല്ലെങ്കിൽ എന്നെ കൊന്നേക്ക്. പൂർണ്ണമായി മയങ്ങുന്നത് വരെ ആൺകുഞ്ഞ് വേണോന്ന് എന്നെ പറഞ്ഞോണ്ടിരുന്നു. ഉണർന്നാല് അവരെ ബഹളം ഉണ്ടാക്കാതെ നോക്കണം. സിസേറിയൻ കഴിഞ്ഞ പേഷ്യന്റ്. എന്താണെങ്കിലും എന്നോട് പറ. നമ്മുടെ എല്ലാം പ്രാർത്ഥന ഫലിച്ചു കേട്ടാ. ദുർഗേച്ചിക്ക് ആൺകുഞ്ഞ് തന്നെയാ. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അന്ന് ഞങ്ങള് വിചാരിച്ചതുപോലൊന്നും അല്ല നടന്നത്. ആദിത്യനും തുളസിയും വിവാഹിതരാകുമെന്ന് കരുതി. പക്ഷെ ദുർഗ അതിന് സമ്മതിക്കുന്നില്ല. ആ കുട്ടികളുടെ ജീവിതം രണ്ട് വഴികളിലേക്കാണ് ഇപ്പൊ തിരിഞ്ഞു പോകുന്നത്. തെറ്റ്. അതെ സ്വാമി, തെറ്റാണ് എന്റെയും പ്രിയയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്. അതിനുള്ള വഴികളാണ് ഇനി തേടേണ്ടത്. എവിടെയാ തുടങ്ങുക, എങ്ങനെയാ തുടങ്ങുക എന്നൊന്നും ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല. എന്നെ അങ്ങ് കൈവിടരുത്.
ഒരു മാർഗം കാണിച്ചു തരണം. കുട്ടികൾ ദൈവത്തിന്റെ പൂക്കളാണെന്നാണ് പറയുന്നത്. അവരെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റാൻ നിങ്ങൾക്കൊരവകാശവും ഉണ്ടായിരുന്നില്ല. അതിന്റെ ശാപം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് മനസ്വസ്ഥത ഇല്ലാതാവുകയും രോഗപീഠകൾ അലട്ടുകയും ചെയ്യുന്നത്. സത്യമാണ് സ്വാമി. ഈ ജന്മത്തിൽ സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഏകാദശി നാളിൽ നടക്കുന്ന കനലാട്ട വഴിപാട് നടക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുക. മഹാത്ഭുതങ്ങൾ നടത്തിയിട്ടുള്ള മഹേശ്വരൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. അതനുസരിച്ച് മുന്നോട്ടു പോവുക. ചേച്ചി, ആദ്യമോനെ കണ്ടോ? ദേ അവിടെ ഉണ്ട്. മോനെ, ഞാൻ മോനെ അന്വേഷിച്ചു വരികയായിരുന്നു. എന്താ അത് മോനെ, ദുർഗേച്ചി കനലാട്ടം നടത്തണമെന്ന് നിർബന്ധം പിടിക്കുക. വലിയ അപകടം പിടിച്ച കാര്യം അത്. എത്ര പറഞ്ഞിട്ടും അതിന് പിന്മാറുന്നുമില്ല. അമ്മയുടെ സ്വഭാവം ആന്റിക്ക് അറിയാലോ. ഒരു തീരുമാനം എടുത്ത് അതിന് പിന്മാറില്ല. അതിലിപ്പോ എന്ത് സംഭവിക്കുമെന്നും നോക്കില്ല. മോനെ, ഇത് തുളസി മോൾക്ക് നാശം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് ചെയ്യുന്ന പൂജയാ. അത് നടക്കാൻ പാടില്ല. ദുർഗേച്ചി ആ കനലാട്ടം നടത്തിയ ദുർഗേച്ചിക്ക് വലിയ ആപത്ത് സംഭവിക്കും. അതെന്താണെന്ന് എനിക്കിപ്പോ മോനോട് പറയാൻ കഴിയില്ല. എന്താ നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാ പൂജ നിർത്തേണ്ടത്? നമുക്ക് ക്ഷേത്രത്തിലെ പൂജാരിയോട് പറഞ്ഞാലോ? അതുകൊണ്ട് കാര്യമില്ല മോനെ. കനലാട്ടം എന്നത് ക്ഷേത്രത്തിലെ വഴിപാടാ. അതിൽ ആരൊക്കെ പങ്കെടുക്കണമെന്നും ആരൊക്കെ പങ്കെടുക്കരുതെന്നും പറയാനുള്ള അവകാശം ക്ഷേത്ര ഭാരവാഹികൾക്കോ ക്ഷേത്രത്തിലെ പൂജാരിമാർക്കോ ഇല്ല. ഞാൻ പറഞ്ഞാലൊന്നും അമ്മ കേൾക്കില്ല ആന്റി. നീ ഏട്ടനൊന്ന് വിളിക്ക്. എത്രയും വേഗം ഇങ്ങോട്ട് വരാൻ പറ. അച്ഛൻ എന്തോ ഒഫീഷ്യൽ മീറ്റിംഗ് ആയിട്ട് കൊച്ചിയിലോട്ട് പോവാൻ നിൽക്കുക. പോയൊന്ന് ചോദിക്ക്. പോയെങ്കിലും സാരല്ല, തിരിച്ചു വരാൻ പറയ്. അച്ഛൻ എന്ത് പറയുമെന്നറിയില്ല. എന്തായാലും വന്നേ പറ്റൂന്ന് ആന്റി പറഞ്ഞെന്ന് പറ. എന്ത് അത്യാവശ്യമാണെങ്കിലും മാറ്റി വെച്ച് വന്നേ പറ്റൂ. അല്ലെങ്കിൽ അപകടമാ. ദുർഗേച്ചി കനലാട്ടം നടത്താൻ പാടില്ല. ശരി, ഞാൻ അച്ഛനെ വിളിക്കാം. ആദി പറ. അച്ഛാ, അച്ഛൻ ഇവിടെ വന്നില്ലെങ്കിൽ പ്രശ്നമാ. അമ്മയോട് ആരും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. എടാ, ഞാനൊരു ഏർജന്റ് മീറ്റിംഗിന് വേണ്ടി കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ പറ്റില്ല. ദേ, എന്റെ അടുത്ത് പ്രിയാന്റി ഉണ്ട്. ഞാൻ പ്രിയാന്റിക്ക് ഫോൺ കൊടുക്കാം. ഏട്ടാ, ദുർഗേച്ചി വലിയ അപകടത്തില. ഏട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം. എന്റെ പ്രിയ, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഇപ്പൊ തടഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടൻ വരണം, വന്നേ പറ്റൂ. ഇതിനു മുൻപ് ഞാൻ ഇങ്ങനെ ഏട്ടനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പ്ലീസ് ഏട്ടാ. ശരി, നീ ഫോൺ വയ്ക്ക, ഞാൻ വന്നോളാം. എന്താ അച്ഛൻ പറഞ്ഞ? ഏട്ടൻ വരാന്ന് പറഞ്ഞു മോനെ. ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ തുളസിയില ജലത്തിൽ സമർപ്പിക്കുക.
സത്യം പുറത്തറിയിക്കേണ്ട കാലമായിരിക്കുന്നു. ഇനിയും മറച്ചുവെക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ അതിന് തയ്യാറാ സ്വാമി. പക്ഷെ ആരോടാ പറയേണ്ടത്? അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നതൊക്കെ എന്നെ അലട്ടുന്നത്. ആ കുട്ടികൾ ഇപ്പോ എവിടെയുണ്ട്? ഈ നാട്ടിൽ തന്നെ ഉണ്ട് സ്വാമി. കണ്ണുകൾ അടച്ച് ഭഗവത് മന്ത്രങ്ങൾ ജപിക്കുക. കണ്ണു തുറക്കുമ്പോൾ ഭഗവാൻ ഒരു മാർഗം കാണിച്ചു തരും, ഒരു വെളിച്ചം. അത് വിരൽ ചൂണ്ടുന്നിടത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യം അറിയിക്കേണ്ടയാളും എത്തും. ശരി സ്വാമി, ഞാൻ അങ്ങനെ ചെയ്തോളാം. പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊള്ളുക. ആദി, ഞാൻ വന്നോണ്ടിരിക്കുക. ആ അമ്പലത്തിലേക്ക് തന്നെ വരുന്നത്. നീ ഒന്ന് ഫോൺ വെക്കടാ. ദേവി കാത്തോളണേ, ഇതോടെ എല്ലാ ദോഷങ്ങളും അവസാനിക്കണേ. ദുർഗാന്റെ മനസ്സിൽ മുഴുവൻ ശത്രുക്കളെ വിചാരിച്ചു. ഇനി നമുക്കെതിരെ ഒരു പ്രവർത്തനം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. തൊഴുത് പ്രാർത്ഥിച്ച് കാലം നടക്കൽ വെച്ച് വഴിപാട് പണം ദക്ഷിണയായി വെച്ചാലും കനലാട്ടത്തിന്റെ എഫക്റ്റ് ആയിരിക്കുമെന്നാ തിരുമേനി പറഞ്ഞത്. പോരാ, ഈ വ്രതം സത്യത്തിൽ നിന്നും സത്യത്തിലേക്കുള്ള യാത്രയാ. അത് മുടക്കരുത്. സത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്രയോ? ദുർഗാന്റെ എന്തേ പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല. ഞാൻ കാണാൻ വന്ന ദിവസം ശിവയോഗി എന്നോട് പറഞ്ഞതാ. സത്യത്തിൽ നിന്നും സത്യത്തിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അമ്മ എന്ന സത്യത്തിൽ നിന്നും അമ്മ എന്ന സത്യത്തിലേക്ക്, അതായത് ഒരമ്മയിൽ നിന്നും മറ്റൊരമ്മയിലേക്ക്. അതായിരിക്കും ശിവയോഗി ഉദ്ദേശിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ആ സത്യം പുറത്തറിയുന്ന നിമിഷമായിരിക്കും ഇത്. ഇതെല്ലാം അതിനു വേണ്ടി ദൈവം ഒരുക്കിയതായിരിക്കും. ആയിരിക്കും. ഓരോന്നിനും ഓരോ നിമിത്തങ്ങൾ വേണമല്ലോ. 25 വർഷങ്ങൾക്ക് മുന്നിലെ ആ നിമിത്തം ഇപ്പോ ഇവിടെ വെച്ച് പരിഹരിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ദുർഗേച്ചി, ഞാനും കൂടി ചേച്ചിക്കൊപ്പം കനലിൽ നടക്കാം. അതെന്തിനാ? അത് എന്നും എന്ത് കാര്യത്തിനും ചേച്ചിക്കൊപ്പം ഞാനുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഇതിലും മാത്രമായിട്ട് മാറി നിൽക്കുന്നത് ശരിയാണോ? ഇതില് ശരിയും തെറ്റൊന്നും ഇല്ല സുലു. എന്തിനു വേണ്ടിയാ ഈ വഴിപാട് നമ്മൾ നടത്തുന്നതെന്ന് നിനക്കറിയാലോ. അതറിയാം ചേച്ചി. ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ ഇങ്ങനൊരു വഴിപാട് നടത്താൻ ചേച്ചി തയ്യാറായെന്ന് എനിക്കറിയാം. പക്ഷെ ചേച്ചിക്കൊപ്പം ഞാനില്ലല്ലോ എന്ന വിഷമമാണ് എനിക്ക്. സാരമില്ല, നീ എന്റെ കൂടെ കനലാട്ടത്തിലില്ലെന്നല്ലേ ഉള്ളൂ. ഇവിടെ തന്നെയില്ലേ? അത് മതി. എന്നാലും ചേച്ചിക്കൊരാപത്ത് വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ദുർഗേച്ചി. എനിക്കൊരാപത്തും വരില്ല. ആ നിൽക്കുന്ന തുളസിയുടെ അഹങ്കാരം അവസാനിപ്പിക്കണം. നീ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. കാരണം സത്യത്തിന് വേണ്ടിയാ ഞാൻ ഈ വഴിപാട് നടത്തുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല. ദുർഗാന്റെ കാലില് ഭസ്മം പുരട്ടിയാലേ തീപ്പൊള്ളൽ ഏൽക്കില്ല എന്നൊരാള് പറഞ്ഞു. ആര് പറഞ്ഞു? ആ നടയിലിരിക്കുന്ന ആള് പറഞ്ഞു.
അല്ലെങ്കിൽ ദുർഗാന്റിയുടെ കാല് പൊള്ളി വീർത്ത് നടക്കാൻ പറ്റാതെ ആവും. മിണ്ടതിരി. ഇവിടെ ഒന്നാമത് പേടിച്ചിട്ട് നിൽക്കാൻ വയ്യ. അപ്പോഴാ അവളുടെ ഒരു വിവരണം. ദുർഗാന്റിക്ക് പേടിയില്ലല്ലോ, പിന്നെന്തിനാ സുർഗാന്റി ബഹളം വെക്കുന്നത്? ഇടി ഉണ്ട ചോറിന്റെ നന്ദിയെങ്കിലും ഒന്ന് കാണിക്കേ. നിനക്ക് വേണ്ടിട്ടാ ദുർഗേച്ചി ഈ വഴിപാടൊക്കെ ചെയ്യുന്നത്. അത് വല്ലതും നിനക്ക് മനസ്സിലാവോ? അതൊക്കെ എനിക്കറിയാം. ഈ പൂജ കഴിഞ്ഞ തുളസി കട്ടപ്പോക, പിന്നെ ആദ്യമായിട്ട് എനിക്ക് സ്വന്തം അല്ല ദുർഗാന്റി? അവളുടെ നിൽപ്പുണ്ടോ? എന്തേലും കൂസലുണ്ടോന്ന് നോക്കിയേ. ഇത്രയും നേരമായിട്ടും അവൾ ഇങ്ങോട്ടൊന്നും വന്നതുപോലും ഇല്ലല്ലോ. വരരുത്. അവളുടെ നാശത്തിനു വേണ്ടി ഞാൻ നടത്തുന്ന ഈ കനലാട്ടത്തിന്റെ ശക്തി നശിക്കാതിരിക്കണമെങ്കിൽ അവൾ എന്റെ അടുത്തേക്ക് വരരുത്. സർ, ഡോക്ടർ എന്താ ഇവിടെ? ഞാൻ കുറച്ചു നാളായി നാട്ടിലുണ്ട്. എന്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് വന്നത്. ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്. വൈഫ് അവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കുറച്ച് അത്യാവശ്യമുള്ളതാ. ഓക്കെ, ശരി. സർ, എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴോ? ഞാൻ കുറച്ച് തിരക്കിലാണ് ഡോക്ടർ. അത്യാവശ്യമാണ്. ഞാൻ പറയുന്നത് സർ ഇപ്പൊ തന്നെ കേൾക്കണം. എന്റെ പ്രാർത്ഥനയുടെ ഫലമായി ശിവഭഗവാനാണ് സാറിനെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്.